ഹായ് ഹലോ നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു മത്തങ്ങ എരിശ്ശേരി റെസിപ്പിയുമായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. എരിശ്ശേരിക്ക് വേണ്ട മത്തങ്ങ ഞാനിവിടെ തൊലിയൊക്കെ കളഞ്ഞ് ചതുര കഷ്ണങ്ങളായിട്ട് ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി വൻപയറാണ് വേണ്ടത്. ആ വൻപയർ ഞാൻ തലേദിവസം വെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണ്. അത് കഴുകി വാരി ഒരു കുക്കറിലേക്ക് മത്തങ്ങയും പയറും ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് 2 പച്ചമുളക് നെടുകിനെ കീറി ഇട്ടിട്ടുണ്ട്. പിന്നെ മഞ്ഞപ്പൊടിയും ഉപ്പും അല്പം വെള്ളവും ചേർത്ത് മത്തങ്ങയും പയറും വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി എരിശ്ശേരി തയ്യാറാക്കാനായിട്ട് ഇവിടെ 1 മുറി തേങ്ങ ചിരണ്ടിയത്, കറിവേപ്പില, വെളുത്തുള്ളി, ചുവന്നുള്ളി, 2 വറ്റൽമുളക് എന്നിവ എടുത്തിട്ടുണ്ട്. ഇനി ഒരു പാത്രം അടുപ്പത്ത് വയ്ക്ക്. അതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഈ വെളിച്ചെണ്ണയിലേക്ക് കടുകിട്ട് പൊട്ടിക്കുക. ഈ കടുക് നന്നായി പൊട്ടി വന്നതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക. വെളുത്തുള്ളി ഒന്ന് മൂത്തതിന് ശേഷം നമുക്ക് ചുവന്നുള്ളിയും വറ്റൽമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതിലേക്ക് തന്നെ നമ്മൾ ചിരണ്ടി വെച്ചിരിക്കുന്ന തേങ്ങയും ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഈ തേങ്ങ നന്നായി മൂത്ത് വന്നതിന് ശേഷം നമുക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 സ്പൂൺ മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നന്നായി മൂത്ത് വന്നതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന മത്തങ്ങയും പയറും ഒക്കെ നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇത് ഈ മസാലയിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. നമ്മൾ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന എരിശ്ശേരിയാണിത്. വീട്ടിൽ അമ്മയൊക്കെ ഉണ്ടാക്കുമ്പോൾ അമ്മ ഇതിലേക്ക് നല്ല ജീരകവും തേങ്ങയും കൂടി അരച്ച് ചേർക്കാറുണ്ട്. പക്ഷെ അങ്ങനെ ചേർത്തില്ലെങ്കിലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവരും. വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ മത്തങ്ങ എരിശ്ശേരി തയ്യാറാക്കാം. ഓക്കെ, അപ്പോൾ പുതിയ വീഡിയോയുമായി കാണാം. ടാറ്റാ, ബൈ ബൈ.